നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തേക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി പറഞ്ഞിരുന്നു നിഫ്റ്റിയിൽ 24,500 മുതൽ 24,440 വരെ ഏരിയ എന്താണ് നിഫ്റ്റിയിൽ ഒരു സപ്പോർട്ട് സോണാണ്. അപ്പൊ അതിന്റെ താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നെക്സ്റ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്താണ് 24,200 മുതൽ 24,144 വരെയുള്ള ഏരിയയാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതേപോലെയാണ് മാർക്കറ്റ് എന്താണ് ആ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നേരെ താഴേക്ക് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിന്നും ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ്. അപ്പൊ അവിടെ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതേപോലെയാണ് മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നാളത്തേക്കും നമുക്ക് എടുക്കാനുള്ള ഇതേ സെയിം ലെവൽ തന്നെയാണ്. അപ്പം നിഫ്റ്റി ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് സോണിലാണ്. അപ്പം നാളത്തേക്ക് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് 24,525 ശേഷം 525 മുകളിലായിട്ട് മാർക്കറ്റിൽ ഒരു നല്ലൊരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 24,660 എന്ന് പറയുന്ന ലെവൽ എന്താണ് നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 24,600 ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണമെങ്കിൽ മാറാം. ഇനിയിപ്പം നാളത്തെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലെ താഴെയായിട്ട് എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ എഗെയിൻ നമുക്കൊരു ഷോർട്ട് സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 24,360, സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് 24,200 ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് എന്താണ് ഈ 24,200 ലെവലിൽ എഗെയിൻ മാർക്കറ്റ് റിവേഴ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇതിന്റെ താഴേക്ക് മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ആണ്. അപ്പം ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് 50 മിനിറ്റിന്റെ ബ്രേക്ക് ഔട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. 50 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അവിടെ എന്താണ് ഒരു ഷോർട്ട് സൈഡിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പാടുള്ളൂ. കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു വിക്കിന്റെ താഴെയായിട്ട് എൻട്രി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് 50 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. അപ്പം ഇതിലും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു സോൺ എന്താണ് 52,085 മുതൽ 51,757 വരെയുള്ള സോൺ എന്താണ് ഒരു സപ്പോർട്ട് സോൺ ആയിരുന്നു. അപ്പൊ അത് താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഓൾറെഡി പറഞ്ഞത്. അതേപോലെയാണ് മാർക്കറ്റ് ആ ഒരു ലെവലിന്റെ അടുത്ത് വരെ എത്തിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നാളത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഇതേ ലെവൽ തന്നെയാണ് മാർക്കറ്റിൽ നമുക്ക് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് നാളെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലോങ് എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ എന്താണ് മാർക്കറ്റിലും ഈ ലെവലിന് താഴേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 5 മിനിറ്റ് ആണെങ്കിലും ഓക്കെ ആണ്. 50 മിനിറ്റ് നോക്കുവാണെങ്കിലും കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഓക്കെ, 51,757 താഴെയായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഷോർട്ട് സൈഡിലേക്ക് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ടാർഗറ്റ് ആണ് ഈ ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡയറക്ഷൻ സെയിം ആണെന്നുള്ള ഉറപ്പുവരുത്തുക. അതേപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് അനുകൂലമാണെന്നും നമുക്ക് എന്താണ് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.